വെൽക്കം ടു sugarbiss. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി റെസിപ്പിയാണ്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഡ്രൈ മസാലാസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഏതൊക്കെയാണ് മസാല എടുത്തേക്കണേന്ന് നോക്കാം. ആദ്യം 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം, 1/2 സ്പൂൺ സാജീര, 8-10 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കണത് ഏലക്കയാണ്. ഞാനിവിടെ 2 ടൈപ്പ് ഏലക്ക എടുത്തിട്ടുണ്ട്. സാധാ ഏലക്ക 8 എണ്ണം, ബ്ലാക്ക് കാർഡമം കറുത്തത് 1 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 3 പീസ് പട്ട, 2 പീസ് തക്കോലം, ഒരു ചെറിയ കഷ്ണം ജാതിക്കം, 2 പീസ് ജാതിപത്രിയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കണത് ഒരു വലിയ വഴനല ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയും 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് വെച്ചാൽ 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ, നമ്മുടെ ബിരിയാണി മസാല, അത് 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടു. അത് ചിക്കനിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഹൈദരാബാദി ബിരിയാണിയിൽ ഇത് ഒഴിവാക്കരുത്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടിയും ചേർത്തു. ഇത് 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചു ഗാർണിഷിങ്ങിന്. അപ്പോൾ അതുകൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനെ ബിറിസ്ത എന്നൊക്കെ പറയും. അത് ഇട്ട് കൊടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും കൂടിയും ചേർത്ത് അരച്ചിട്ടുണ്ട്. അതിന് ശേഷം 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്. തൈരിന് പുളി കൂടിയ ബിരിയാണിയുടെ ടേസ്റ്റ് ആകെ മാറും. പിന്നെ 1 പിടി മല്ലിയിലയും പുതിനയിലയും, രണ്ടും ഒരേ അളവിനാണ് എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും, അവസാനം 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 hours മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉണ്ടാക്കണതിൻ്റെ തലേദിവസം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനിലെ മസാലയൊക്കെ പിടിച്ച് കുറച്ചും കൂടിയും ടേസ്റ്റി ആവും. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റൈസ് വേവിച്ചെടുക്കലാണ്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്തത്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണിക്ക് എപ്പോഴും നീളമുള്ള ലോങ് ഗ്രെയിനാണ് റൈസാണ് വേണ്ടത്. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി നീളമുള്ള ബസ്മതി റൈസ് ആയാലും ഉപയോഗിക്കാം. അപ്പോൾ അത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി സാഫ്രൺ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിലേക്ക് 1 നുള്ള് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടിയും കളർ വേണമെങ്കിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് അരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പുതിന മല്ലിയില അരിഞ്ഞതും, 2 മുഴുവനോടെയുള്ള പച്ചമുളകും, 1 ടേബിൾ സ്പൂൺ പിസ്ത, 1/2 സ്പൂൺ സാജീര, 4 ഏലക്ക, ഒരു കറുത്ത ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പു, പട്ട, ഇതൊക്കെ ഇട്ട് കൊടുത്ത് തിളയ്ക്കാൻ വയ്ക്കാം. വെള്ളം തിളയ്ക്കാറാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഈ മസാലാസിൻ്റെയും പിന്നെ ഇലകളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ. അപ്പോൾ നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ റൈസ് ഫുള്ള് കുക്ക് ചെയ്യണില്ല. ഒരു 50% മാത്രമേ കുക്ക് ചെയ്തെടുക്കണുള്ളൂ. ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഞാൻ സവാള ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയ എണ്ണയാണ്. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 1/4 കപ്പോളം വരും. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ചിക്കൻ കുറച്ചും കൂടിയും ടേസ്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കാം. 4-5 മണിക്കൂറായാലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് അതിനാണ്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും പകുതി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഹൈദരാബാദി ബിരിയാണി ശരിക്കും ഉണ്ടാക്കുക ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ ചിക്കൻ ഫസ്റ്റ് കുക്ക് ചെയ്ത് റൈസും വേറെ ഒരു 85% കുക്കായിട്ട് ഇട്ട് കുറച്ച് നേരം ദം ചെയ്തെടുക്കണതല്ല. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്നാലാണ് റൈസിലേക്ക് എല്ലാ ഫ്ലേവേഴ്സും ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് വരുള്ളൂ. പലർക്കും ദം ചെയ്യണ ടൈമിങ് ശരിയാകാത്തതുകൊണ്ടാണ് അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ടേസ്റ്റാണ്, പക്ഷേ ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ മസാലാസൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇടണം. ഇത് നമ്മൾ മുമ്പ് പൊടിച്ചു വെച്ച ബിരിയാണി മസാല അത് ഒരു നുള്ളെടുത്ത് എല്ലാവിടെയും ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കപ്പൊടി അതും ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുമ്പ് വറുത്ത് മാറ്റി വെച്ച സവാള അതും ചേർത്ത് ശേഷം നമുക്ക് ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം പുതിനയില ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുങ്കുമപ്പൂവിൻ്റെ പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്രയും നല്ല കളറ് കിട്ടിയത്. അല്ലാതെ കുങ്കുമപ്പൂ തന്നെ ഇട്ടാലൊന്നും ഈ കളറൊന്നും വരില്ല. എന്നിട്ട് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതിൽ കുറേ നെയ്യ് ചേർക്കണുണ്ട്, പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒട്ടും നെയ്യിൻ്റെ സ്മെല്ലൊന്നും വരില്ല. നമ്മൾ നെയ്ച്ചോറ് കഴിക്കണ പോലെയൊന്നുമല്ല. നെയ്യിൻ്റെ കുത്തലോ അതൊന്നും വരില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ബാക്കിയുള്ള റൈസും ഇതുപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് പട്ട, ഗ്രാമ്പൂ, ഏലക്കൊക്കെ പതുക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ അത് കഴിക്കണ സമയത്ത് അത് കടിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്യാം. മലബാറി ബിരിയാണിയിലും നല്ല വ്യത്യാസമാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. കുങ്കുമപ്പൂവിൻ്റെയും നെയ്യുടെയും ഏലക്കയുടെയും ചിക്കൻ്റെ സ്പെഷ്യൽ മസാലയുടെയൊക്കെ ഫ്ലേവർ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക് കിട്ടുക. അതുകൊണ്ടൊക്കെ തന്നെയാവും ബിരിയാണികളിൽ വെച്ച് ഏറ്റവും ഫ്ലേവർഫുൾ ബിരിയാണി ഹൈദരാബാദി ബിരിയാണിയാണ് പറയണത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തു. കുങ്കുമപ്പൂവിൻ്റെ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ നെയ്യും അതിൻ്റെ മേലെ ഇട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് കുക്കും ആവും. പിന്നെ റൈസിലേക്ക് ചിക്കൻ്റെ ഫ്ലേവർ ശരിക്കും നന്നായിട്ട് പിടിക്കും. അപ്പോൾ അവിടെ ഇവിടെ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം ഒരു തവ വെച്ച് കൊടുക്കുകയാണ്. തവ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഈ ബിരിയാണിയുടെ പാൻ എടുത്ത് അതിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ സിമ്മിൽ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റൈസൊക്കെ ലെവൽ ചെയ്ത് വന്നപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഞാൻ ഈ 15 മിനിറ്റ് ഹൈ ഫ്ലെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പാനിൻ്റെ മൂടി നല്ല ടൈറ്റിൽ അടയ്ക്കണം. ലൂസാണെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. നല്ല കിടുക്കാച്ചി സ്മെല്ല് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കി താഴെയൊന്നും ഒട്ടും അടി പിടിച്ചിട്ടില്ല. ടൈമിങ്ങൊക്കെ കറക്റ്റാണ്. അപ്പോൾ റൈസൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ കത്രിക്ക സാലനോ ഓണിയൻ സാലനോ ആണ്. പിന്നെ റൈത്തയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്